ഇതാ എത്തുന്നു റീന മച്ചാൻ. ഹായ്, ഗുഡ് ഈവനിങ്. എന്തോ ഇപ്പോൾ നേരത്തെയൊക്കെ ബാലേന്ദ്ര മേനോൻ സാറിന്റെ സ്റ്റൈലാന്നൊക്കെ പറഞ്ഞ് തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് എങ്ങനെങ്കിലും ആ തട്ടം ഉണ്ടാവും തലയിൽ അല്ലേ. പക്ഷെ ഇന്നാണ് അത് ഫുൾ ഫ്ലെഡ്ജ് ഫോമില് ശരിക്കും നാടൻ റീന മച്ചാനായത്. എന്താ ഇന്ന് പെർഫോം ചെയ്യുന്നത്? ഇന്ന് ഞാൻ കുട്ടിക്കുപ്പായ എന്നുള്ളതിൽ കുറച്ച് സോങ്സ് സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഡയലോഗും കൂടി ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ എക്സ്പേർട്ട് ആണല്ലോ. കഴിഞ്ഞ കുറച്ച് റൗണ്ട്സിലൊക്കെ ഓത്തെല്ലോ ഒക്കെ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വാട്ട്സ് യുവർ ഫീഡ്ബാക്ക്? എന്താണ്? ബത്തേരിയിൽ ആർക്കും അറിയില്ല ഞാൻ പെർഫോം ചെയ്യുന്നു. അപ്പോൾ അവരൊക്കെ പറയണ്ടേ, അല്ലാ ഇത് നമ്മളെ റീനിയാണല്ലോ. എനിക്ക് അത്ഭുതമാവുന്നു, കേരളത്തിലെ സ്ത്രീകൾ ഇത്രയും സീരിയസ് ആയ ടോപ്പിക്സ് ഒക്കെ എടുത്ത് പ്രസന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം വിദേശത്തുള്ള ഒരാൾ പ്രകടിപ്പിച്ചു. അപ്പം അങ്ങനെയുള്ളൊരു കേരളീയ വനിതകൾ അല്ലെ, അമ്മമാർ വെറുതെ വീടുകളിൽ ഇരിക്കുന്നവരല്ല, അല്ലെങ്കിൽ വെറുതെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ശ്രമമാണ് AVT പ്രീമിയം വനിതാ രക്തം. ഓഫ് കോഴ്സ്. കല്യാണരാത്രിയിൽ കള്ളികൾ തോഴിമാർ നുള്ളി പലതും ചൊല്ലി പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. കല്യാണരാത്രിയിൽ കള്ളികൾ തോഴിമാർ നുള്ളി പലതും ചൊല്ലി പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. കാണാതിരിക്കുവാൻ ഞാൻ കൊതിച്ചു പിന്നെ കഥകിന്റെ പിന്നിൽ പോയി ഞാൻ ഒളിച്ചു. കാണാതിരിക്കുവാൻ ഞാൻ കൊതിച്ചു പിന്നെ കഥകിന്റെ പിന്നിൽ പോയി ഞാൻ ഒളിച്ചു. കല്യാണ പിറ്റേന്ന് കാണാതിരുന്നപ്പോൾ നീറി. കല്യാണ പിറ്റേന്ന് കാണാതിരുന്നപ്പോൾ നീറി. കൽബ് നീറി. ഞാനോ സ്നേഹം കൊണ്ടാളാകെ മാറി. ഞാനോ സ്നേഹം കൊണ്ടാളാകെ മാറി. കല്യാണരാത്രിയിൽ കള്ളികൾ തോഴിമാർ നുള്ളി പലതും ചൊല്ലി പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നരുത്. ഉമ്മ പറഞ്ഞതുപോലെ നിങ്ങൾ സഫിയനെ കല്യാണം കഴിക്കണം. സുബൈദ, എനിക്ക് സാധ്യമല്ല സുബൈദ. നിന്നെ കണ്ണീഴ്ചയിലേക്ക് തള്ളിവിട്ടിട്ട് മറ്റൊരു കല്യാണം കഴിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് വെറുതെ തോന്നുകയാണ്. നിങ്ങൾ വേറെ വിവാഹം കഴിക്കുന്നത് എനിക്ക് പരാതിയില്ല, വേദനയില്ല. നിങ്ങൾ ഇതിന് വഴിപ്പെട്ടില്ലെങ്കിൽ എനിക്ക് വിഷമമുള്ളൂ. എനിക്കൊരു രണ്ടാം ഭാര്യ വന്നാൽ നിന്റെ ഭാവി നീ ഇത് അല്പമെങ്കിലും ആലോചിക്കുന്നുണ്ടോ? എല്ലാം ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. നിങ്ങളുടെ രണ്ടാം ഭാര്യയിൽ നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞിനെയെങ്കിൽ എനിക്ക് താൽവലിക്കാമല്ലോ. നീ എന്നെ കൊല്ലാതെ കൊല്ലുകയാണ്. അമ്മായി, ഞാൻ പോവുകയാണ്. പ്രസവിക്കാത്തവളാണ്. ഈ കുട്ടിക്കുപ്പായം കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇതിന്റെ ആവശ്യം നിങ്ങൾക്കാണ്. ഇത് നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ. പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലോ പൊട്ടിക്കരയിക്കും ജീവിതം. ആശിച്ച വേഷങ്ങൾ ആടാൻ കഴിയാത്ത നാടകമാണെന്നു ജീവിതം. കനിയൊന്നും കായ്ക്കാത്ത കൽപ്പക വൃക്ഷത്തെ വളമിട്ടു പോറ്റുകില്ലാരുമേ.
പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലോ പൊട്ടിക്കരയിക്കും ജീവിതം. പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലോ പൊട്ടിക്കരയിക്കും ജീവിതം. ആശിച്ച വേഷങ്ങൾ ആടാൻ കഴിയാത്ത നാടകമാണിന്നു ജീവിതം. പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലോ പൊട്ടിക്കരയിക്കും